BA ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞ സാധനമുണ്ടല്ലോ. ഇപ്പം ഷേക്സ്പീരിയൻ കൃതികളുടെ അപ്രീസിയേഷൻ എഴുതാൻ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കര മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ചപ്പം അപ്പൊ ഈ പയ്യൻ മുടങ്ങാതെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയത്. അപ്പൊ അതിന് സാംബശിവന് ശേഷമുള്ള ആളുകളുടെ കഥാപ്രസംഗങ്ങൾ പറയാറുണ്ട്. അപ്പൊ സാംബശിവനൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഷേക്സ്പിയറുടെ കൃതികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ കഥാപ്രസംഗങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. ആ കഥാപ്രസംഗം കേട്ടിട്ട് മൊത്തം കഥ അറിയാം, ഭാഷ അവന്റെ കയ്യിലുണ്ട്, അതെടുത്ത് പ്രയോഗിച്ചാൽ മാത്രം മതി. മറ്റേന്ന് വെച്ചാൽ ക്ലാസ്സിലിരിക്കും ഈ കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് കൊണ്ട് ശ്രദ്ധിക്കില്ല, കഥയും അറിയില്ല. കഥ അറിയാത്തവന് ഭാഷ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ഭാഷയുണ്ട്, പക്ഷെ പറയാനുള്ള കഥയാണ് അറിയാത്തത്. ആ കഥ കേൾക്കാനുള്ള ക്ഷമയാണ് ഇല്ലാത്തത്. ഈ കഥയിലൂടെ ഈ ചരിത്രം കഥയിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചരിത്രം വളരെ ലളിതമായിട്ട് പഠിക്കുകയാണ്. അത് പിന്നീട് അവരുടെ ഭാഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത മാർക്ക് കിട്ടും. നമ്മളിപ്പോ സ്കൂളിൽ പോയിട്ട് എന്തായാലും ചാപ്റ്റർ പഠിക്കാനുണ്ട്, എന്നാലും ഒരു വല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു പുള്ളിയുടെ ഒരു ലൈഫിന്റെ ഒരു സ്കെച്ച് കിട്ടും. ഭാഷയിൽ ഇരിക്കുന്നത് എടുത്തു പ്രയോഗിക്കുക.